യൂട്യൂബ് ചാനൽ സ്നേഹായി. അപ്പോൾ ഫസ്റ്റിൽ എനിക്ക് പറയാനുള്ളത് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പുതിയൊരു വീഡിയോ ആണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുവാണ്. എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണെന്ന് ചോദിച്ചാൽ ഫോളിനെ കുറിച്ചുള്ളതാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിൽ ഫോളിൻ്റെ സീസണാണ്. അപ്പം ഫോൾ എന്ന് പറയുമ്പോൾ എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീസണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോളിൻ്റെ സീസൺ എന്ന് പറയുമ്പം ഒരു സ്മൂത്ത് കളർ ട്രാൻസിഷനാണ്. അന്ന് വരെ പച്ച കളറിൽ ഇടുന്ന ഇലകളെല്ലാം മാറി ഒരു യെല്ലോ റെഡിഷ് കളർ ഇങ്ങനെ ട്രാൻസിഷൻ ആയിട്ട് വരും. അതിൻ്റെ ഇടയിൽ നേരിയ കളറിൽ പച്ച കളർ എല്ലാം കൂടെ ചേർന്നൊരു മിക്സ്ഡ് ആയിട്ടൊരു കളർ, ബ്യൂട്ടിഫുൾ വർണ്ണവിസ്മയം എന്നൊക്കെ പറയത്തില്ല, അതുപോലുള്ളൊരു സീസണാണ് ഫോൾ സീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഫോൾ സീസണിനെ എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പെൻസിൽവാനിയയിലുള്ള ഗ്രാൻഡ് കാനിയോൺ ഓഫ് പെൻസിൽവാനിയയിലാണ്. അവിടെ ഫോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം എന്ന് വെച്ചാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗ്രാൻഡ് കാനിയോൺ പോലെ ഒരു മലനിരകളാണ് അവിടെ ഉള്ളത്. രണ്ട് മലനിരകൾ എന്തോ ഇങ്ങനെ താഴോട്ട് വന്നൊരു ക്രീക്കിനകത്ത് ചേരുന്ന ഒരു രീതിയിലാണ് അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ലോക പ്രശസ്തമായിട്ടുള്ള ഗ്രാൻഡ് കാനിയോൺ ഉള്ളത് അരിസോണയിലാണ്. അത് സൗത്തേൺ പാർട്ട് ഓഫ് അമേരിക്കയിലാണ്. നമ്മളുള്ളത് നോർത്തേൺ പാർട്ട് ഓഫ് അമേരിക്കയിലാണ്. നോർത്തേൺ പാർട്ടിലെ പെൻസിൽവാനിയ സ്റ്റേറ്റിലെ ഗ്രാൻഡ് കാനിയോൺ ഓഫ് പെൻസിൽവാനിയയിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണ് അത് ഗ്രാൻഡ് കാനിയോൺ ഓഫ് പെൻസിൽവാനിയ എന്ന് തന്നെ പറയുന്നത്. കൂടുതൽ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് പോകുന്ന വഴിയെ കാണിച്ചു തരാം. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾ രാവിലെ 6 മണിക്കൊക്കെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല. 9:30 ആയി ഇറങ്ങിയപ്പോഴത്തേക്ക്. ഇപ്പോൾ 9:30 കഴിഞ്ഞ് 10 മണിയോടാകുന്ന സമയം. എന്നാലും നല്ല രീതിയിൽ കോടമഞ്ഞിറങ്ങി റോഡിലോട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ രാവിലത്തെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. രാവിലെ മിക്കവാറും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഫോഗി ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നായിരിക്കും. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓൺ ദ വെയിലാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു മെയിൻ ടണലാണ് ലീഹായ് ടണൽ. ഈ ലീഹായ് ടണൽ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ടേൺ ബൈക്കിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഈ ലീഹായ് ടണൽ എന്ന് പറയുന്നത് കിറ്റാച്ചിനി മൗണ്ടൻസിൻ്റെ ഉള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. 1957 ഇത് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് ലൈനിലും ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുമായിരുന്നു. പിന്നീട് ഇവർ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തൊരു ലൈനും കൂടെ ഓപ്പൺ ചെയ്ത്, അപ്പോൾ ഓപ്പോസിറ്റുള്ള വണ്ടികളെല്ലാം ആ ലൈനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പ്രകൃതിയുടെ ഏറ്റവും സൗന്ദര്യം തുളുമ്പുന്ന ഒരു സീസണാണ് ഫോൾ സീസൺ എന്ന് പറയുന്നത്. ചില മലകളിൽ നോക്കിയാൽ തീ കത്തി നിൽക്കുന്നത് പോലെയാണ് ഒരു മലനിരകൾ ഫുള്ള് ഇലകളുടെ കളറ് മാറി നിൽക്കുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ് ആ കാഴ്ചകൾ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു പ്രകൃതി ഒരു വർഷം മുഴുവൻ സംഹരിച്ച ഊർജം മുഴുവൻ ഈ ഒരു ഫോൾ സീസണിൻ്റെ മനോഹാരിതയിൽ അലിയിച്ച് കളയുന്നത് പോലെ പോകും ചില മൗണ്ടൻസ് കാണുമ്പോൾ. ചിലപ്പോൾ നേച്ചർ തന്നെ ഒരുക്കുന്ന ഒരു ഗ്രാൻഡ് ഫിനാലെ ആയിരിക്കും ഈ ഫോൾ സീസൺ എന്ന് പറയുന്നത്. ഈ ഫോള് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ലീവ്സ് മൊത്തവും പോയി മരുഭൂമിയിലെ മരങ്ങൾ പോലെയാവും ഈ മരങ്ങൾ ഫുള്ള്. അതുകൊണ്ട് അതിന് മുമ്പിട്ടൊരുക്കുന്ന ഒരു ഉത്സവം വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സീസണിനെ വിശേഷിപ്പിക്കാം. നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 1 മണിക്കൂർ, ആക്ച്വലി 54 മിനിറ്റ്സ് എന്നാണ് GPS കാണിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ കൂടെ ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഗ്രാൻഡ് കാനിയോൺ ഓഫ് പെൻസിൽവാനിയയിൽ എത്താനായിട്ട്. അപ്പോൾ ഓരോ ഏരിയ അനുസരിച്ച് ഫോളിൽ വ്യത്യാസങ്ങളുണ്ട്. ചില ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ലീവ്സ് ഒക്കെ അങ്ങ് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ചില ഏരിയസിലൊക്കെ ആണെങ്കിൽ ഇത് എപ്പോഴും അതുപോലെ തന്നെ യെല്ലോ, റെഡ്, ഗ്രീൻ കളർ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. വലിയ തിരക്കൊന്നുമില്ല, ലൈക്ക് ഒരുപാടങ്ങ് ട്രാഫിക് ജാം ഒന്നുമില്ല. സ്മൂത്ത് ആയിട്ടുള്ള ട്രാഫിക്കാണ് ഇപ്പോൾ പോകുന്നത്.
ഗ്രാൻഡ് കാനിയോണിലെത്തി. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കോവിഡ് ടൈം ആണെങ്കിലും ഇവിടെ അതിനെല്ലാം അതിജീവിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിജീവിച്ച് ഇവിടെ എത്തുകയെന്ന് പറഞ്ഞാൽ ഹില്ലി റോഡാണ്, ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം ചെറിയ നാരോ ആയിട്ടുള്ള പാത്തിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരേണ്ടത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, മെല്ലാൻഡിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, വാഷിങ്ടൺ, ന്യൂയോർക്ക്, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ ഗ്രാൻഡ് കാനിയോൺ കാണാനെത്തിയ പല ആൾക്കാരുണ്ട്. ഇവിടെ ട്രെക്കിംഗ് ഉണ്ട്, ഹൈക്കിംഗ് ഉണ്ട്, റെയിൽ റോഡ് സീനിക് വ്യൂ ഒക്കെ ഉണ്ട്. എന്താണെന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. നമുക്ക് അവിടെ ചെന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളെന്ന്. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് കാനിയോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈസ്റ്റ് റിമ്മിൽ ലിയനാർഡ് ഹാരിസൺ സ്റ്റേറ്റ് പാർക്കാണുള്ളത്. അത് ഏകദേശം 585 ഏക്കറിലോട് വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർക്കാണുള്ളത്. അതിൻ്റെ വെസ്റ്റ് റിമ്മിലാണെങ്കിൽ കോൾട്ടൺ പോയിന്റ് വ്യൂ പാർക്കാണുള്ളത്. അതെന്ന് വെച്ചാൽ 368 ഏക്കറിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർക്കാണത്. ഏത് സീസണിൽ നിന്ന് നോക്കിയാൽ ഈ ക്രീക്ക് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതാണ് ഈ ക്രീക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓവർലുക്ക് ട്രെയിലാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോവിഡ് ടൈം ആയതുകൊണ്ട് എല്ലാവരും മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലെ കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു സീനാണ്. ഇവിടെ ഫിഷിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്, ഹണ്ടിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്, അതുപോലെയുള്ള ക്യാമ്പ് ഫയർ, ക്യാമ്പിങ്. ഒരുപാട് പേര് ഇവിടെ യൂഷ്വലി സമ്മർ സീസണിലൊക്കെ ക്യാമ്പിങ്ങിന് വരാറുണ്ടെന്നാണ് ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൂടാതെ തന്നെ താഴോട്ട് നല്ല ട്രെയിലുകളുണ്ട്. നടക്കാനും എക്സസൈസിനും റണ്ണിങ്ങിനും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് നല്ല രീതിയിൽ ട്രെയിനുകൾ താഴോട്ട് പോകുന്നുണ്ട്. നല്ലൊരു എക്സസൈസിനുള്ള നാച്ചുറൽ എയർ ബ്രീത്ത് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സസൈസിനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട്. സ്റ്റേറ്റ് പാർക്കിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ്. നമ്മൾ എവിടെയാണ്, നമ്മൾ എങ്ങോട്ട് പോകാൻ പറ്റും, എങ്ങോട്ട് പോയാൽ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് അവർ ഈ ബോർഡിൽ കൊണ്ടുവരുന്നത്. എസ്പെഷ്യലി ക്യാമ്പിങ്ങിനും പിക്നിക്കിനും ഒക്കെ വരുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഇവിടെയാണ് ഈ ഏരിയയിലാണ് നമ്മൾ. ഇത് മെയിൻ റോഡാണ്, ഇവിടെ കൂടാണ് നമ്മൾ വന്നിട്ട്. മെയിൻ വ്യൂ എന്ന് പറയുന്നത് ഈ ടോപ്പ് വ്യൂ നമ്മളിപ്പോൾ കാണിച്ചു തന്ന ഈ വ്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ്. അവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഓവർലുക്ക് ട്രെയിൻ ഉണ്ട്. അവിടെ പോയ ഓട്ടോ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ ഉണ്ട്. നമുക്ക് അവിടെ here we are with the Bob Edkin. He's the park naturalist over here. He's gonna explain what is the park based on and when this came up and what is the major beautiful attractions over here. So you're at Leonard Harrison State Park. This park was donated by Leonard Harrison in 1922. He donated the original 121 acres. At that point, this land was just used as a local hangout, kind of an overlook. In 1936, the Civilian Conservation Corps came up here and did a lot of improvements. They put in the pavilion and the small cabin out in the parking lot. They built the roads and made the overlooks better. In the 30s, a gentleman named Larry Wooden with the Willsboro Chamber of Commerce coined the term Grand Canyon of Pennsylvania. So he started the Laurel Festival in town that brought tourists to the area, and it's worked. A lot of people come here every year to see it, and what they come to see is the gorge. It was caused by a glacier receding 20,000 years ago, water overtopping the debris that the glacier left behind and carving the canyon out through our soft sandstone. Okay. All right. Cool. So that's a creek down there? Yes, that's Pine Creek. Of all the water bodies in the world that are named creek, that is the longest one. Oh, okay. So people do picnicking, camping, fire,
that kind of whitewater rafting, fishing in the spring, whitewater rafting in the spring, hiking, bird watching. Okay. So what season is the most people comes over here? Like which season? The fall. Most people come in the fall to see the leaves. Oh, okay. It's kind of like fading already. Yes. Like Yep. You're about two to 2.5 weeks late. Oh, okay. We are a little bit late, but it's still there. Thank you so much, Mr. Bob. Thank you guys. Thank Enjoy you. your stay. Thank you so much. നമ്മൾ മിസ്റ്റർ ബോബിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 2.5 വീക്ക് ലേറ്റ് ആയിപ്പോയി. ഇത് യൂഷ്വലി സെപ്റ്റംബർ ലാസ്റ്റ് വീക്കുകളിലും ഒക്ടോബർ ഫസ്റ്റ് 2 വീക്കുകളിലുമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോൾ ഇവിടെ കാണാൻ പറ്റുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇവിടെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഈ ക്രീക്കിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ലാസ്റ്റ് ഒക്ടോബർ വീക്കുകളിലോ ഏർലി ഒക്ടോബർ ലാസ്റ്റ് സെപ്റ്റംബർ വീക്കുകളിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. എന്നാൽ തന്നെ നമ്മൾ 2.5 വീക്ക് ലേറ്റ് ആയെങ്കിൽ തന്നെ ഇവിടെ നല്ലൊരു വ്യൂ ആണുള്ളത്. അപ്പോൾ എനിക്ക് ഉദ്ദേശിക്കാൻ പറ്റും എന്തായിരിക്കും ആ വ്യൂ 2-3 ആഴ്ചകൾക്ക് മുന്നേ ഉള്ളതെന്ന്. നമ്മളിപ്പോൾ മറ്റൊരു വ്യൂ ഏറിയയിലോട്ടാണ് പോകുന്നത്. ഇവിടെ എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്യിപ്പിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രായഭേദമന്യേ എന്തോരം ആൾക്കാരാണ് ഇവിടെ ഈ വ്യൂ കാണാനായിട്ട്, ഈ ഫോളിൻ്റെ ഈ മനോഹാരിത കാണാനായിട്ട് എത്തിയേക്കുന്നതെന്നുള്ളതാണ്. ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ പ്രായം ചെന്നവർ ലൈക്ക് വോക്കറിലും ഒക്കെ വരുമായിരുന്നു. അപ്പം അവരുടെ ആ ഒരു കാഴ്ചകൾ കാണാനായിട്ട് മനുഷ്യൻ ഏത് പ്രായത്തിലായാലും കാഴ്ചകൾ കാണാനും ഈ മനോഹാരിത, നേച്ചറിൻ്റെ ഈ മനോഹാരിത കാണാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന ഈ പ്രായമുള്ള ആൾക്കാരും. കോവിഡ് ടൈം ആയതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഷോർട്ട് ഇൻഫർമേഷൻ ബോർഡ് വായിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഓരോ സീസണിലും കാനിയോൺ എങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആവുന്നത്, എന്താണ് അവിടുത്തെ ഹൈലൈറ്റ് എന്നതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് കൊടുത്തേക്കുന്നത്. അതുകൂടാതെ അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ കാനിയോണിൽ ആദ്യം ഏറ്റവും മുകളിൽ കാണുന്ന മൗണ്ടൻസിൻ്റെ മുകളിൽ കാണുന്ന ഇലകൾക്കായിരിക്കും കളർ ചേഞ്ച് വരുന്നത്. പിന്നെ ഗ്രാജുവലി പതുക്കെ നിറം മാറി താഴോട്ട് ക്രീക്കിലോട്ട് ചേരുക ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അടുത്ത് നിന്ന് 2 സ്ത്രീകളെ പരിചയപ്പെട്ടു. അവർ പറഞ്ഞത് അവർ മിക്കവാറുമുള്ള ബ്യൂട്ടിഫുൾ ഫോൾ സീസണിൽ ഇത് കാണാൻ വരാറുണ്ടെന്നാണ്. It's worthwhile coming, and we were lucky. We were here when it was in the fall, so we got to see all of the leaves. Yeah, thank you so much, guys. You're welcome. Hope this is going to be a beautiful day for you guys. Yeah, enjoy. Thank you. അവസാന കാലഘട്ടങ്ങളിൽ അവർ കണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ നിറഞ്ഞ മനസ്സിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ സ്റ്റേറ്റ് പാർക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്തതിൻ്റെ കാരണം. ഇത്രയും ഹൈ റേഞ്ചിലോട്ട് അവർ വർക്കിനുള്ള സാധനങ്ങളായാലും പല സാധനങ്ങളായാലും എത്തിക്കാനും അതിന് പിന്നിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മൈൻഡിൻ്റെ ആ ഒരു ഇതാണ് ഇന്ന് ഈ കാണുന്ന ഈ നാഷണൽ പാർക്കിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി തീർക്കുന്നത്. അവർക്ക് ഇത്രമാത്രം വിസിറ്റേഴ്സ് വരാനുള്ള ഈ നാഷണൽ സ്റ്റേറ്റ് പാർക്കിൽ ഒരു ട്രെയിനിലോട്ടുള്ള എൻട്രൻസ് ആണ് ഈ ടർക്കി പാത്ത് എന്ന് പറയുന്നത്. ഈ ടർക്കി പാത്ത് ഏകദേശം ഒരു മൈലോളം നീളമുള്ള ഈ പാത്ത് ഒരു പ്രാവശ്യം ഈ ഗ്രൗണ്ടിൽ ഈ പാത്തിനെ ചുറ്റി കാണാനുള്ള 1.5 മണിക്കൂർ നീളമുള്ളൊരു ട്രെയിലാണിത്. പ്രോപ്പർ ഫുഡ് കെയർ ഒക്കെ ഇട്ടുകൊണ്ട് വേണം നമ്മളിവിടെ പോകാനായിട്ട്, അല്ലെങ്കിൽ സ്ലിപ്പറി ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കൊക്കയിലോട്ടൊക്കെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നല്ല ഫുഡ് വെയർ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പോയാൽ ഭയങ്കര ഡേഞ്ചറസാണ്. ഇവിടുത്തെ വിസിറ്റേഴ്സ് സെൻറ്റർ 1833 ഫീറ്റ് സമുദ്രനിരപ്പിൽ നിന്ന് എലിവേറ്റഡാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു ചെറിയ മ്യൂസിയം പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന പലതരത്തിലുള്ള, ഇവിടെ യൂഷ്വലായി കോമൺ ആയിട്ട് കാണപ്പെടുന്ന പലതരത്തിലുള്ള റെപ്റ്റൈൽസിനെയും സ്നേക്സ് അതുപോലെ വന്യജീവികളൊക്കെയാണ് ഇവിടെ അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ മ്യൂസിയത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് how leaves change color, എങ്ങനെയാണ് ഈ
അവിടെ ഒരു ചെറിയ ഇൻഫർമേഷൻ സെഷൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇലകൾ കളർ ചേഞ്ച് ആവുന്നതെന്നുള്ളത്. അതുകൂടാതെ ഏതൊക്കെ കളറിലെ ഇലകൾ ഏതൊക്കെ മരങ്ങളുടെയാണെന്ന് ഒരു ചെറിയ ഇൻഫർമേഷൻ സെഷൻ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കാണുന്ന ഈ നാഷണൽ സ്റ്റേറ്റ് പാർക്കിലും ഈ ക്രീക്കിലും ഇവിടെ കാണുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും സ്റ്റഫ്ഡ് ആനിമൽസ് ആക്കി അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെയധികം നല്ലൊരു ഇൻഫർമേഷനാണ്. ഇവർ ചെയ്തേക്കുന്ന ചില സ്റ്റഫ്ഡ് ആനിമൽസിനെ കണ്ടാൽ ശരിക്കും ജീവനുള്ളവയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രമാത്രം പെർഫെക്ഷനിലാണ് അവർ ചെയ്തേക്കുന്നത്. അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റും എല്ലാം അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മനോഹാരിത, ഈ നിറങ്ങളുടെ ഈ വർണ്ണവിസ്മയം നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രാൻഡ് കാനിയോൺ ഓഫ് പെൻസിൽവാനിയ തീർച്ചയായിട്ടും വന്നിരിക്കണം. വരേണ്ട ഒന്നാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. എസ്പെഷ്യലി ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ വരാൻ ശ്രമിക്കുക. സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ഫസ്റ്റാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.